ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡയറക്റ്റിംഗ് എന്നുള്ള ഒരു ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് പ്ലാനിംഗ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ് എന്ന 3 ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം വരുന്ന 4ാമത്തെ ഒരു ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ് അഥവാ നിർദ്ദേശിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു ഡയറക്റ്റിംഗ് അഥവാ നിർദ്ദേശിക്കൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എന്താണ് ചെയ്യേണ്ടതെന്നും അത് പരമാവധി കഴിവ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുന്നതിനായി സ്ഥാപനത്തിലെ ജീവനക്കാരോട് ആജ്ഞാപിക്കുന്നതിനെയാണ് നിർദ്ദേശിക്കൽ അഥവാ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഡയറക്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻസ്പയറിംഗ്, ഗൈഡിംഗ്, മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ്, ഇൻസ്പയറിംഗ്, ഗൈഡിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ് ദ എംപ്ലോയീസ് ഫോർ അച്ചീവിങ് ദ ഓർഗനൈസേഷണൽസ് ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുകയും ഗൈഡിങ് ചെയ്യുകയും ഇൻസ്പയറിങ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡയറക്റ്റിംഗ് എന്ന പ്രവർത്തനം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഡയറക്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻസ്പയറിങ്, ഗൈഡിങ്, മോട്ടിവേറ്റിംഗ് ദ എംപ്ലോയീസ് ടു അച്ചീവ് ദ ഓർഗനൈസേഷൻസ് ഒബ്ജക്റ്റീവ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുകയും ഗൈഡ് ചെയ്യുകയും ഇൻസ്പയറിങ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡയറക്റ്റിംഗ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്കടുത്തത് പറയാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റിംഗ് ആണ്. ഡയറക്റ്റിങ്ങിൻ്റെ സവിശേഷതകൾ നമ്മൾ പറഞ്ഞു. സവിശേഷതകളും അതുപോലെ തന്നെ അതിൻ്റെ പ്രാധാന്യവുമാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. എന്തൊക്കെയാണ് ഡയറക്റ്റിങ്ങിൻ്റെ സവിശേഷതകൾ പറഞ്ഞത്? കണ്ടിന്യൂസ് പ്രോസസ്സാണ്, പിന്നെ അതുപോലെ തന്നെ ഇനീഷ്യേറ്റ്സ് ആക്ഷനാണ്, ആക്ഷന് തുടക്കമിടുന്നു, പെർവേസീവാണ്, ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്നും താഴേക്ക് ഒഴുകുന്ന ഒരു പ്രവർത്തനമാണ്. പിന്നെ അതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇനീഷ്യേറ്റ്സ് ആക്ഷൻ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്നുണ്ട്. പിന്നെയോ തൊഴിലാളികളുടെ പ്രവർത്തനത്തിനെ സംയോജിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ്. പിന്നെ അതുപോലെ തന്നെ മോട്ടിവേറ്റ്സ് ആക്ഷൻ, അതുപോലെ തന്നെ ആക്ഷനുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രചോദിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാറ്റങ്ങൾ സാധ്യമാക്കുന്നുണ്ട്, ചേഞ്ചസ് സാധ്യമാക്കുന്നുണ്ട്. ലാസ്റ്റ് സ്ഥാപനത്തിൽ സ്റ്റെബിലിറ്റി ആൻഡ് പീസ്ഫുൾനെസ് കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നുണ്ട്, സന്തുലിതാവസ്ഥയും സ്റ്റെബിലിറ്റിയും കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. നമുക്കിന്ന് പറയാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഡയറക്റ്റിങ്ങിൻ്റെ തത്വങ്ങളെക്കുറിച്ചാണ് നമുക്കിന്ന് പറയാനുള്ളത്. ഡയറക്റ്റിങ്ങിന് എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആദ്യം പറയുന്നത് മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ, സെക്കൻഡ് വൺ ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്സ്, തേർഡ് വൺ യൂണിറ്റി ഓഫ് കമാൻഡ്, ഫോർത്ത് വൺ അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ഡയറക്ഷൻ ടെക്നിക്ക്, ഫിഫ്ത്ത് വൺ മാനേജീരിയൽ കമ്മ്യൂണിക്കേഷൻ, സിക്സ്ത് വൺ യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, സെവൻത്ത് വൺ ലീഡർഷിപ്പ് ആൻഡ് എയ്ത്ത് വൺ ഫോളോ ത്രൂ. അങ്ങനെ 8 തരത്തിലുള്ള പ്രിൻസിപ്പിൾസാണ് ഡയറക്റ്റിംഗിലുള്ളത്. ഒന്ന് മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ, രണ്ടാമത്തത് ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്സ്, മൂന്നാമത്തത് യൂണിറ്റി ഓഫ് കമാൻഡ്, നാലാമത്തത് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ഡയറക്ഷൻ ടെക്നിക്ക്, അഞ്ചാമത്തത് മാനേജീരിയൽ കമ്മ്യൂണിക്കേഷൻ, 6 യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, 7 ലീഡർഷിപ്പ്, 8 ഫോളോ ത്രൂ. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ. എന്താണ് മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ എന്ന് നോക്കാം. ദിസ് പ്രിൻസിപ്പിൾ എംഫസൈസ് ദാറ്റ് ഡയറക്റ്റിംഗ് ടെക്നിക്സ് മസ്റ്റ് ഹെൽപ്പ് എവറി ഇൻഡിവിജ്വൽ ഓൺ ദ ഓർഗനൈസേഷൻ to contribute to his maximum potential for achievement of organizational objectives. അതായത് മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തികളുടെ പരമാവധി സംഭാവന എന്നാണ് അർത്ഥം. സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ഓരോ ജീവനക്കാരനും തൻ്റെ കഴിവിൻ്റെ പരമാവധി സംഭാവന ചെയ്യണമെന്നാണ് ഈ തത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സ്ഥാപനത്തിൻ്റെ പൊതുവായ ലക്ഷ്യങ്ങൾ നേടുന്നുണ്ട്. ദിസ് പ്രിൻസിപ്പിൾ എംഫസൈസ് ദാറ്റ് ഡയറക്റ്റിംഗ് ടെക്നിക്സ്, നിർദ്ദേശിക്കൽ എന്നുള്ള തത്വം ഹെൽപ്പ് എവറി ഇൻഡിവിജ്വൽ ഇൻ ദ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷനിലെ എല്ലാ ജീവനക്കാരെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ടു കോൺട്രിബ്യൂട്ട് ടു ഹിസ് മാക്സിമം പൊട്ടൻഷ്യൽ ഫോർ അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ഓർഗനൈസേഷൻ്റെ പൊതുവായ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഓരോ ജീവനക്കാരനും തൻ്റെ സ്ഥാപനത്തിലെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി കഴിവിൻ്റെ പരമാവധി സംഭാവന ചെയ്യണം എന്നാണ് ഡയറക്റ്റിംഗ് എന്നുള്ള ഈ തത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അതാണ്, മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷനാണ്. ദിസ് പ്രിൻസിപ്പിൾ എംഫസൈസ് ദാറ്റ് ഡയറക്റ്റിംഗ് ടെക്നിക്സ് മസ്റ്റ് ഹെൽപ്പ്. ഡയറക്റ്റിംഗ് എന്നുള്ള ടെക്നിക്ക് ഇൻഡിവിജ്വൽസിനെ എന്തിന് സഹായിക്കുന്നുണ്ട്? അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽസ് ഓർഗനൈസേഷന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് അവരെ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ്. അതുകൊണ്ട് ഇതാണ് അതിൻ്റെ ആദ്യത്തെ തത്വമായിട്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പിളായിട്ട് പറയുന്നത്, മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ.
ഇനി രണ്ടാമത് പറയുന്നത് ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്സ്. എന്താണ് ഹാർമണി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്? ഹാർമണി എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈലറിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. ഹാർമണിയാണ് വേണ്ടത്, ഭിന്നിപ്പല്ല വേണ്ടത് എന്ന് പറയുന്നത്. സ്വരച്ചേർച്ചയാണ് വേണ്ടത്, ഭിന്നിപ്പല്ല വേണ്ടത്. ഹാർമണി നോട്ട് ഡിസ്കോർഡ് എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ടാവും രണ്ടാമത്തെ ചാപ്റ്ററിൽ. ഇപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് ഹാർമണി എന്ന് പറയുന്നത്. ഹാർമണി എന്ന് പറഞ്ഞാൽ സ്വരച്ചേർച്ച എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്സ് എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? ഗുഡ് ഡയറക്റ്റിംഗ് ഷുഡ് പ്രൊവൈഡ് ഹാർമണി ബൈ കൺവിൻസിങ് ദാറ്റ് എംപ്ലോയി റിവാർഡ്സ് ആൻഡ് വർക്ക് എഫിഷ്യൻസി ആർ കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ. അതായത് ലക്ഷ്യങ്ങളുടെ യോജിപ്പ് അല്ലെങ്കിൽ സ്വരച്ചേർച്ചയാണ് ഡയറക്റ്റിങ്ങിൻ്റെ രണ്ടാമത്തെ തത്വം എന്നുള്ളത്. അതായത് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യവും ജീവനക്കാരുടെ ലക്ഷ്യവും തമ്മിൽ പരസ്പരം ചേർച്ചയുണ്ടായിരിക്കണം, അല്ലെങ്കിൽ സ്വരച്ചേർച്ച ഉണ്ടാവണം. തൊഴിലാളികളുടെ നേട്ടവും കാര്യക്ഷമതയും പരസ്പര പൂരകങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്തി ലക്ഷ്യങ്ങൾ തമ്മിൽ യോജിപ്പിലെത്തിക്കാൻ നിർദ്ദേശങ്ങൾ സഹായിക്കുന്നു, അല്ലെങ്കിൽ നിർദ്ദേശിക്കൽ വഴി സാധിക്കുന്നു. തൊഴിലാളികളുടെ നേട്ടവും കാര്യക്ഷമതയും പരസ്പര പൂരകങ്ങളാണെന്ന് ബോധ്യപ്പെടുത്തി ലക്ഷ്യങ്ങൾ തമ്മിൽ യോജിപ്പിലെത്തിക്കാൻ നിർദ്ദേശിക്കൽ വഴി സാധിക്കുന്നു. അപ്പോൾ നിർദ്ദേശിക്കൽ എന്ന പ്രവർത്തനത്തിൽ കൂടെ, അല്ലെങ്കിൽ ഡയറക്റ്റിംഗ് എന്ന പ്രവൃത്തിയിൽ കൂടെ എംപ്ലോയീസിൻ്റെ ബെനഫിറ്റും കാര്യക്ഷമതയും പരസ്പര പൂരകങ്ങളാണ്. എംപ്ലോയീസിന് നേട്ടം ഉണ്ടാകുന്നത് എപ്പോഴാണ്? കാര്യക്ഷമത ഉണ്ടാകുമ്പോഴാണ്. അല്ലെങ്കിൽ ഓർഗനൈസേഷന് അച്ചീവ്മെൻ്റ് ഉണ്ടാകുന്നത് എംപ്ലോയീസ് എഫിഷ്യൻ്റായി മാറുമ്പോഴാണ്. എംപ്ലോയീസ് എഫിഷ്യൻ്റായി മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് വരും? ഇറ്റ് ഗിവ്സ് ബെനിഫിറ്റ് ടു നോട്ട് ഓൺലി ദ എംപ്ലോയി ബട്ട് ആൾസോ ദ ഓർഗനൈസേഷൻ. എംപ്ലോയിക്ക് മാത്രമല്ല ഓർഗനൈസേഷനും കൂടെ അത് ബെനിഫിറ്റായി മാറുകയും കൺവിൻസിങ് ദാറ്റ് എംപ്ലോയി റിവാർഡ്സ് ആൻഡ് വർക്ക് എഫിഷ്യൻസി, എംപ്ലോയിക്ക് കിട്ടുന്ന റിവാർഡും വർക്കിലെ എഫിഷ്യൻസി എന്ന് പറയുന്നത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്, അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. എഫിഷ്യൻസി ഉണ്ടാകുമ്പോഴാണ് റിവാർഡ് എന്നുള്ളത് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു തത്വമാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഗുഡ് ഡയറക്റ്റിംഗ്, നല്ല രീതിയിലുള്ള നിർദ്ദേശിക്കൽ എന്ന് പറയുന്നത് പ്രൊവൈഡ് ഹാർമണി അല്ലെങ്കിൽ സ്വരച്ചേർച്ച പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? കൺവിൻസിങ് ദാറ്റ് എംപ്ലോയി റിവാർഡ്സ് ആൻഡ് വർക്ക് എഫിഷ്യൻസി, എംപ്ലോയിയുടെ റിവാർഡും വർക്ക് എഫിഷ്യൻസിയും കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ, പരസ്പര പൂരകങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കി തരുന്നുണ്ട്. മൂന്നാമത് പറയുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ്. എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് നമുക്ക് നോക്കാം. യൂണിറ്റി ഓഫ് കമാൻഡ് നമ്മൾ ഫയോളിൻ്റെ ഒരു പ്രിൻസിപ്പിളായിട്ട് പറഞ്ഞതാണ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് പ്രിൻസിപ്പിൾ ഇൻസിസ്റ്റ് ദാറ്റ് എ പേഴ്സൺ ഇൻ ദ ഓർഗനൈസേഷൻ ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഓർ ഇൻസ്ട്രക്ഷൻസ് ഫ്രം വൺ സുപ്പീരിയർ ഓൺലി. ഇഫ് ഇൻസ്ട്രക്ഷൻസ് ആർ റിസീവ്ഡ് ഫ്രം മോർ ദാൻ വൺ, ഇറ്റ് ക്രിയേറ്റ്സ് കൺഫ്യൂഷൻ, കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിസോർഡർ ഇൻ ദ ഓർഗനൈസേഷൻ. Adherence to this principle ensures effective direction. അപ്പോൾ എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്? എന്താണ് ഈ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ? ഹെൻറി ഫയോൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഈ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ജീവനക്കാരൻ ഒരേ സമയം ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ ഓർഡറുകൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്. എ പേഴ്സൺ ഇൻ ദ ഓർഗനൈസേഷനിലുള്ള ഏതൊരു വ്യക്തിയും ഷുഡ് റിസീവ് ഓർഡേഴ്സുകളോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസോ സ്വീകരിക്കപ്പെടുന്നത് ഫ്രം വൺ സുപ്പീരിയർ ഓൺലി, ഒരേ സമയം ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ ഇൻഫർമേഷൻ സ്വീകരിക്കാൻ പാടുകയുള്ളൂ എന്നാണ് ഈ തത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇഫ് ഇൻസ്ട്രക്ഷൻസ് ആർ റിസീവ്ഡ് ഫ്രം മോർ ദാൻ വൺ, ഒന്നിൽ കൂടുതൽ ആളുകളിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് റിസീവ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? ഇറ്റ് ക്രിയേറ്റ്സ് കൺഫ്യൂഷൻ, കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിസോർഡർ ഇൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ സ്വാഭാവികമായിട്ടും കൺഫ്യൂഷനും തർക്കങ്ങളും ഡിസോർഡറും ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അഡ്ഹറൻസ് ടു ദിസ് പ്രിൻസിപ്പിൾ എൻഷുവേഴ്സ് എഫക്റ്റീവ് ഡയറക്ഷൻ. ഈ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രിൻസിപ്പിളിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ഡയറക്ഷൻ വേണമെന്നാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. ഈ പ്രിൻസിപ്പിൾ കൊണ്ട് പറയുന്നത്, യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുള്ള പ്രിൻസിപ്പിൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, കൃത്യമായ നിർദ്ദേശിക്കൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുള്ള തത്വം പാലിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഡയറക്ഷൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ടുള്ള അല്ലെങ്കിൽ ഡയറക്റ്റിങ്ങിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്നുള്ളത് യൂണിറ്റി ഓഫ് കമാൻഡ്. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ കൃത്യമായ യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ടായിരിക്കണം. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കീഴ് ജീവനക്കാരൻ ഒരേ സമയം ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ ഓർഡറുകൾ സ്വീകരിക്കാൻ പാടുകയുള്ളൂ. ഒന്നിൽ കൂടുതൽ സുപ്പീരിയറിൽ നിന്നും ഓർഡറുകൾ സ്വീകരിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ ഹി ഷുഡ് ബി കൺഫ്യൂസ്ഡ് ആൻഡ് ചാവോസ് അബൌട്ട് ഹൂസ് ഓർഡർ ഹി ഷുഡ് ടേക്ക്. ആരുടെ ഓർഡറാണ് സ്വീകരിക്കുക എന്നറിയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് അദ്ദേഹം മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രിൻസിപ്പിൾ ശരിവെക്കുന്നതാണ് ഡയറക്റ്റിങ്ങിൻ്റെ തത്വം എന്ന് പറയുന്നത്. ഇനി നാലാമത് പറയുന്നത് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ഡയറക്ഷൻ ടെക്നിക്ക്. ഡയറക്ഷൻ ടെക്നിക്കിൻ്റെ അപ്രോപ്രിയേറ്റ്നെസ് അഥവാ
എന്താണ് ശരിയായ ഡയറക്ഷൻ ടെക്നിക്ക് എന്ന് പറയാം. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ അപ്രോപ്രിയേറ്റ് മോട്ടിവേഷണൽ ആൻഡ് ലീഡർഷിപ്പ് ടെക്നിക് ഷുഡ് ബി യൂസ്ഡ് വൈൽ ഡയറക്റ്റിംഗ് ദ പീപ്പിൾ ബേസ്ഡ് ഓൺ സബോർഡിനേറ്റ് നീഡ്സ്, capabilities, attitudes and other situational variables. ഈ പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത് എന്താ വെച്ചാൽ കൃത്യമായ മോട്ടിവേഷണൽ ആൻഡ് ലീഡർഷിപ്പ് ടെക്നിക്ക് യൂസ് ചെയ്യണം. ശരിയായ മോട്ടിവേഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രചോദനവും അതുപോലെ തന്നെ നേതൃത്വപരമായ പ്രവർത്തനങ്ങളും യൂസ് ചെയ്യണം. എങ്ങനെ? എപ്പോൾ? വൈൽ ഡയറക്റ്റിംഗ് ദ പീപ്പിൾ ബേസ്ഡ് ഓൺ സബോർഡിനേറ്റ് നീഡ്സ്. സബോർഡിനേറ്റ്സ് നീഡ്സിനനുസരിച്ചിട്ടും കാപ്പബിലിറ്റീസിനനുസരിച്ചും ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് അതർ സിറ്റുവേഷണൽ വേരിയബിൾസിനനുസരിച്ചിട്ടും ഡയറക്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് ജീവനക്കാരെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ശരിയായ രീതിയിലുള്ള ഡയറക്ഷൻ ടെക്നിക്ക് ഉപയോഗിക്കും. ഇതിന് ശരിയായ പ്രചോദന നേതൃത്വ ടെക്നിക്കുകൾ ഉപയോഗിക്കണം. സബോർഡിനേറ്റ്സിൻ്റെ ആവശ്യകത എന്താണെന്ന് തിരിച്ചറിയണം, അവരുടെ കാപ്പബിലിറ്റീസിനെ തിരിച്ചറിയണം, അവരുടെ ആറ്റിറ്റ്യൂഡ്സിനെ തിരിച്ചറിയണം. അതോടൊപ്പം തന്നെ ആൻഡ് അതർ സിറ്റുവേഷണൽ വേരിയബിൾസ്, മറ്റ് വേരിയബിൾസിനെ എല്ലാം തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഡയറക്റ്റിംഗ് എന്നുള്ള ടെക്നിക്സ് അവിടെ ഉപയോഗിക്കാൻ പാടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പ്രിൻസിപ്പിൾ പറയുന്നത് വെച്ചാൽ കൃത്യമായ മോട്ടിവേഷണൽ ആൻഡ് ലീഡർഷിപ്പ് ടെക്നിക്കിൽ കൂടെ ആയിരിക്കണം ഡയറക്റ്റിംഗ് എന്നുള്ളത് നടപ്പിലാക്കേണ്ടത്. ഡയറക്റ്റിങ്ങിൻ്റെ 4 എലമെൻറ്റുകൾ തന്നെയാണ്. അതാണ് സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഈ 4 നിർദ്ദേശിക്കലിൻ്റെ തത്വങ്ങളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ എലമെൻറ്റുകൾ, ഘടകങ്ങളെന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഈ ഡയറക്റ്റിംഗ് നടപ്പിലാക്കുന്നതിൽ കൂടെ സബോർഡിനേറ്റ്സിൻ്റെ നീഡുകൾ, സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ കീഴ് ജീവനക്കാരുടെ ആവശ്യങ്ങളും അവരുടെ കാപ്പബിലിറ്റീസും ആറ്റിറ്റ്യൂഡ്സും സിറ്റുവേഷൻസും തിരിച്ചറിയണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രിൻസിപ്പിൾ പറയുന്നത് അപ്രോപ്രിയേറ്റ് മോട്ടിവേഷണൽ ആൻഡ് ലീഡർഷിപ്പ് ടെക്നിക്ക്, കൃത്യമായ ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷണൽ ടെക്നിക്കിൽ കൂടെ സബോർഡിനേറ്റ്സിൻ്റെ നീഡ്സ്, കാപ്പബിലിറ്റീസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് അതർ സിറ്റുവേഷണൽ വേരിയബിൾസ് തിരിച്ചറിയണം. അടുത്തത് 5ാമത് പറയുന്നത് മാനേജീരിയൽ കമ്മ്യൂണിക്കേഷൻ. എന്താണ് മാനേജീരിയൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മാനേജീരിയൽ ആശയവിനിമയം എന്ന് നോക്കാം. എഫക്റ്റീവ് മാനേജീരിയൽ കമ്മ്യൂണിക്കേഷൻ അക്രോസ് ആൾ ദ ലെവൽസ് ഇൻ ദ ഓർഗനൈസേഷൻ മേക്സ് ഡയറക്ഷൻ എഫക്റ്റീവ്. ഡയറക്റ്റിംഗ് ഷുഡ് കൺവേ ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ടു ക്രിയേറ്റ് ടോട്ടൽ അണ്ടർസ്റ്റാൻഡിംഗ് ടു സബോർഡിനേറ്റ്സ്. അതായത് ഡയറക്ഷൻ ഫലപ്രദമാകണമെങ്കിൽ സ്ഥാപനത്തിലുടനീളം ആശയവിനിമയം നടക്കണം. തന്മൂലം ആശയങ്ങൾ, വിവരങ്ങൾ, നിർദ്ദേശങ്ങൾ, പരാതികൾ എന്നിവ സ്വതന്ത്രമായി ഒഴുകാൻ സഹായിക്കുന്നുണ്ട്. എഫക്റ്റീവ് മാനേജറിയൽ കമ്മ്യൂണിക്കേഷൻ അക്രോസ് ആൾ ദ ലെവൽസ് ഇൻ ദ ഓർഗനൈസേഷൻ്റെ എല്ലാ ലെവലിലുള്ള കൃത്യമായ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നടപ്പിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് നിർദ്ദേശിക്കൽ പ്രക്രിയ സക്സസ്ഫുള്ളായി മാറുകയുള്ളൂ. അപ്പോൾ ടോപ്പ് ലെവലിൽ നിന്നും മിഡിൽ ലെവലിലേക്കും, മിഡിൽ ലെവലിൽ നിന്നും ലോവർ ലെവലിലേക്കും, അതുപോലെ തന്നെ തിരിച്ച് ലോവറിൽ നിന്നും മിഡിൽ നിന്നും ടോപ്പ് ലെവലിലേക്ക് ഇൻഫർമേഷൻ കൃത്യമായി പാസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഡയറക്ഷൻ ടെക്നിക്ക് എന്നുള്ളത് പൂർണ്ണമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ക്ലിയർ ഇൻസ്ട്രക്ഷൻസ്, ടോട്ടൽ അണ്ടർസ്റ്റാൻഡിങ്, സബോർഡിനേറ്റ്സ്, സ്ഥാപനത്തിലെ ഓരോ സബോർഡിനേറ്റ്സിനും ഓരോ ജീവനക്കാരനും ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഡയറക്റ്റിംഗ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മാനേജീരിയൽ കമ്മ്യൂണിക്കേഷനാണ് ഡയറക്റ്റിങ്ങിൽ കൂടെ പ്രതിഫലിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റിൻ്റെ കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സുകൾ അവിടെ കൃത്യമായി ഉപയോഗിക്കണം. നെക്സ്റ്റ് 6ാമത് പറയുന്നത് യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇൻഫോർമൽ ഓർഗനൈസേഷൻ നമ്മൾ കഴിഞ്ഞ ഓർഗനൈസിങ് പറയുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്. എ മാനേജർ ഷുഡ് റിയലൈസ് ദാറ്റ് informal groups or organization exist within every formal organization. He should spot and make use of such organizations for effective directing. അതായത് മാനേജർ റിയലൈസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏതൊരു ഫോർമൽ ഓർഗനൈസേഷനിലും ഇൻഫോർമൽ ഗ്രൂപ്പുകളുടെ അല്ലെങ്കിൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ ആവശ്യകതയെക്കുറിച്ച് തിരിച്ചറിയണം. എക്സിസ്റ്റ് വിത്തിൻ എവറി ഫോർമൽ ഓർഗനൈസേഷൻ, ഏതൊരു ഫോർമൽ ഓർഗനൈസേഷനിലും ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടെന്നുള്ളത് ആദ്യം റിയലൈസ് ചെയ്യണം. ഹി ഷുഡ് സ്പോട്ട് ആൻഡ് മേക്ക് യൂസ് ഓഫ് സച്ച് ഓർഗനൈസേഷൻസ് ഫോർ എഫക്റ്റീവ് ഡയറക്റ്റിംഗ്. കാര്യക്ഷമമായ ഡയറക്റ്റിങ്ങിന് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഇൻഫോർമൽ ഓർഗനൈസേഷനുകളുടെ അല്ലെങ്കിൽ ഇൻഫോർമൽ ഗ്രൂപ്പുകളുടെ സഹായം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ മാനേജർ നിർബന്ധമായിട്ടും ഒരു ഫോർമൽ ഓർഗനൈസേഷനിൽ ഉള്ളിൽ തന്നെ ഒരു ഇൻഫോർമൽ ഗ്രൂപ്പ്സുകൾ ക്രിയേറ്റ് ചെയ്യണം. ഇൻഫോർമൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നേരത്തെ പഠിച്ചിട്ടുണ്ട്, സ്പോണ്ടേനിയസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഗ്രൂപ്പുകളാണ്. സോഷ്യൽ റിലേഷൻഷിപ്പുകളുടെ ഭാഗമായി ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ്. ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസും ഡയറക്റ്റിംഗ് ഫലപ്രദമായി നടപ്പിലാക്കാൻ ആവശ്യമാണ്. അപ്പോൾ യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, ഫോർമൽ ഗ്രൂപ്പ്സുകളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഇൻഫോർമൽ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഇൻഫോർമൽ ഗ്രൂപ്പുകളും എഫക്റ്റീവ് ഡയറക്റ്റിങ്ങിനെ ബാധിക്കുന്ന ഒരു ഘടകങ്ങളാണ്. നെക്സ്റ്റ് 7ാമത് പറയുന്നത് ലീഡർഷിപ്പ്. എന്താണ് ലീഡർഷിപ്പ് എന്ന് നോക്കാം.
While directing the subordinates, the managers should exercise good leadership as it can influence the subordinates positively without causing dissatisfaction among them. ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃത്വം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റിംഗ് ദ സബോർഡിനേറ്റ്സിനെ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് ദ മാനേജേഴ്സ് ഷുഡ് എക്സസൈസ് ഗുഡ് ലീഡർഷിപ്പ്. മാനേജർ ശരിയായ രീതിയിലുള്ള ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃത്വ പാടവം പ്രകടിപ്പിക്കണം. ഇറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് ദ സബോർഡിനേറ്റ്സ് മാനേജ്മെൻറ്റിൻ്റെ കൃത്യമായ നേതൃത്വ പാഠവുമാണ് സബോർഡിനേറ്റ്സിനെ പോസിറ്റീവായി ഇൻഫ്ലുവൻസ് ചെയ്തതും വിത്തൗട്ട് കോസിങ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ എമംഗ് ദം. അവരെ പോസിറ്റീവായി സ്വാധീനിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള ലീഡർഷിപ്പ് ടെക്നിക്കുകൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കണം. അതായത് സബോർഡിനേറ്റ്സിനെ ഡയറക്റ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഗുഡ് ലീഡർഷിപ്പ് സ്കില്ലുകൾ എക്സസൈസ് ചെയ്യണം. മാനേജർ എന്നുള്ള പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിക്ക് തന്നെ സ്വാഭാവികമായിട്ടും ഗുഡ് ലീഡർഷിപ്പ് സ്കില്ലുകൾ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ആളുകളെയാണ് ആ പൊസിഷനിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ലീഡർഷിപ്പ് ടെക്നിക്കുകൾ അവരുടെ നേതൃപാഠവും എന്നുള്ളത് സബോർഡിനേറ്റ്സിനെ പോസിറ്റീവായി ഇൻഫ്ലുവൻസ് ചെയ്യുകയും അവരുടെ ഉള്ളിൽ ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതിരിക്കുകയും വേണം, അസംതൃപ്തി ഒഴിവാക്കുകയും വേണം എന്നുള്ളതാണ് ഈ തത്വം കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ലീഡർഷിപ്പ് ഈസ് എ മസ്റ്റ് ക്യാരക്ടർ ഫോർ ഡയറക്റ്റിങ്ങിൻ്റെ ഒരു മസ്റ്റ് ക്യാരക്ടറാണ് നേതൃത്വം അല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്നതുകൊണ്ട് സൂചിക്കുന്നത്. ലാസ്റ്റ് പറയുന്നത് ഫോളോ ത്രൂ. എട്ടാമത് പറയുന്നത് ഫോളോ ത്രൂ. എന്താണ് ഫോളോ ത്രൂ എന്ന് പറഞ്ഞാൽ? മിയർ ഗിവിംഗ് ഓഫ് ആൻ ഓർഡർ ഈസ് നോട്ട് സഫിഷ്യൻറ്റ്. മാനേജേഴ്സ് ഷുഡ് ഫോളോ ഇറ്റ് അപ്പ് ബൈ റിവ്യൂയിങ് കണ്ടിന്യൂസ്ലി വെദർ ഓർഡേഴ്സ് ആർ ബീയിങ് ഇംപ്ലിമെൻറ്റഡ് അക്കോർഡിംഗ്ലി ഓർ എനി പ്രോബ്ലംസ് ആർ ബീയിങ് എൻകൗണ്ടേർഡ്. ഇഫ് നെസസറി സ്യൂട്ടബിൾ മോഡിഫിക്കേഷൻസ് ഷുഡ് ബി മെയ്ഡ് ഇൻ ദ ഡയറക്ഷൻസ്. ഫോളോ ത്രൂ അല്ലെങ്കിൽ തുടർച്ചാ നടപടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഓർഡർ കൊടുത്തത് കൊണ്ട് മാത്രം എന്തായി മാറുന്നില്ല, പ്രവർത്തനങ്ങൾ സക്സസ് ആയി മാറുന്നില്ല. മാനേജേഴ്സ് ഷുഡ് ഫോളോ ഇറ്റ് അപ്പ് ബൈ റിവ്യൂയിങ് കണ്ടിന്യൂസ്ലി. ഓർഡറുകൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ അല്ലെങ്കിൽ പ്രവർത്തനം നടത്തുന്നതോടൊപ്പം തന്നെ അതിനെ കൃത്യമായിട്ട് റിവ്യൂ ചെയ്യുക അല്ലെങ്കിൽ അനലൈസ് ചെയ്യണം. വെദർ ഓർഡേഴ്സ് ആർ ബീയിങ് ഇംപ്ലിമെൻറ്റഡ്, ഓർഡേഴ്സ് കാര്യക്ഷമമായി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ, അതായത് അവർ നൽകുന്ന ആജ്ഞകൾ അല്ലെങ്കിൽ അവർ നൽകുന്ന കൽപ്പനകൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യുകയും വേണം. ഓർ എനി പ്രോബ്ലംസ് ആർ ബീയിങ് എൻകൗണ്ടേർഡ്, എന്തെങ്കിലും രീതിയിലുള്ള വൈരുദ്ധ്യങ്ങൾ അതിലുണ്ടാകുന്നുണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യണം. അത് അനലൈസ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഇഫ് നെസസറി സ്യൂട്ടബിൾ മോഡിഫിക്കേഷൻ ഷുഡ് ബി മെയ്ഡ് ഇൻ ദ ഡയറക്ഷൻസ്. എന്തെങ്കിലും അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഡയറക്ഷൻസിൽ മോഡിഫിക്കേഷൻ കൊണ്ടുവരാനുള്ള അധികാരവും മാനേജേഴ്സിനുണ്ട്. അതുകൊണ്ട് തന്നെ മിയർ ഗിവിങ് ഓഫ് എൻ ഓർഡർ കൊടുക്കുന്നത് കൊണ്ടുകൂടി ഡയറക്ഷൻ എന്നുള്ളത് പൂർത്തീകരിക്കുന്നില്ല. ഓർഡർ നൽകിയതോടുകൂടി ഡയറക്ഷൻ കംപ്ലീറ്റ് ആവുന്നില്ല. ഈ നൽകിയ ഓർഡർ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ റിവ്യൂ ചെയ്യണം. അതിനെ കൃത്യമായി അനലൈസ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് റിവ്യൂ ചെയ്യുകയും അക്കോർഡിംഗ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നിരീക്ഷിക്കുകയും മോഡിഫിക്കേഷൻസ് ആവശ്യമാണെങ്കിൽ ഡയറക്ഷൻസിൽ സ്യൂട്ടബിൾ മോഡിഫിക്കേഷൻസ് നൽകുകയും വേണം. അതിനെയാണ് നമ്മൾ ഫോളോ ത്രൂ അല്ലെങ്കിൽ തുടർച്ചയായ നടപടി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഡയറക്റ്റിങ്ങിൻ്റെ 8 തരത്തിലുള്ള തത്വങ്ങളെന്ന് പറയുന്നത്. ആദ്യം എന്താ പറയുന്നത്? മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ വ്യക്തികളുടെ പരമാവധി സംഭാവന ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഓരോ കീഴ് ജീവനക്കാരനും തൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തണം അല്ലെങ്കിൽ സംഭാവന ചെയ്യണം എന്നതാണ് ഈ തത്വം കൊണ്ട് അല്ലെങ്കിൽ മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. രണ്ടാമത് ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളുടെ യോജിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൊഴിലാളികളുടെ നേട്ടവും കാര്യക്ഷമതയും പരസ്പര പൂരകങ്ങളാണെന്ന് ബോധ്യപ്പെടുത്തി ലക്ഷ്യങ്ങൾ തമ്മിൽ യോജിപ്പിലെത്തിക്കാൻ നിർദ്ദേശങ്ങൾ വഴി സാധിക്കുന്നു. അതാണ് ലക്ഷ്യങ്ങളുടെ യോജിപ്പ് അല്ലെങ്കിൽ ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. മൂന്നാമത് പറയുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമയം ഒരു കീഴ് ജീവനക്കാരൻ ഒരു സുപ്പീരിയർ ഓഫീസറിൽ നിന്ന് മാത്രമേ ഓർഡറുകൾ സ്വീകരിക്കാവൂ എന്നാണ് ഈ തത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നിൽ കൂടുതൽ സുപ്പീരിയറിൽ നിന്നും ഓർഡറുകൾ സ്വീകരിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഹീ ഷുഡ് ബി കൺഫ്യൂസ്ഡ് അബൌട്ട് ഹൂസ് ഓർഡർ ഹി ഹാഡ്സ് ടു ബി ടേക്കൻ. ആരുടെ ഓർഡറാണ് സ്വീകരിക്കുക എന്ന കാര്യത്തിൽ വ്യക്തിക്ക് സംശയം ഉണ്ടാവുകയും അല്ലെങ്കിൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുകയും അത് ഓർഗനൈസേഷൻ്റെ പൊതുവായ പ്രവർത്തനത്തിനെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആരിൽ നിന്നും ഓർഡറുകൾ സ്വീകരിക്കണം എന്നുള്ള കൃത്യമായ ഇൻഫർമേഷൻ വ്യക്തിക്ക് അറിയുക. അതുകൊണ്ട് യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുള്ളത് ഡയറക്റ്റിംഗ് അല്ലെങ്കിൽ നിർദ്ദേശിക്കലിൻ്റെ ഒരു പ്രധാനപ്പെട്ട തത്വമാണ്. മാനേജീരിയൽ ആശയവിനിമയം അല്ലെങ്കിൽ മാനേജീരിയൽ കമ്മ്യൂണിക്കേഷനാണ് അടുത്തത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡയറക്ഷൻ ഫലപ്രദമാകണമെങ്കിൽ സ്ഥാപനത്തിലുടനീളം ആശയവിനിമയം നടക്കണം. തന്മൂലം ആശയങ്ങൾ, വിവരങ്ങൾ, നിർദ്ദേശങ്ങൾ, പരാതികൾ എന്നിവ സ്വതന്ത്രമായി ഒഴുകുന്നതിന് കാരണമായി മാറുന്നു. അടുത്തത് പറയുന്നത് ശരിയായ ഡയറക്ഷൻ ടെക്നിക്ക് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ഡയറക്ഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. ജീവനക്കാരെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ശരിയായ ഡയറക്ഷൻ ടെക്നിക്ക് അവിടെ ഉപയോഗിക്കണം. ഇതിന് ശരിയായ പ്രചോദന നേതൃത്വ ടെക്നിക്കുകൾ മാനേജ്മെൻറ്റ് ഉപയോഗിച്ചിരിക്കണം.
നെക്സ്റ്റ് യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അനൗപചാരിക സംഘടനയുടെ ഉപയോഗം. എല്ലാ സ്ഥാപനങ്ങളിലും അനൗപചാരിക സംഘടനകൾ ഉണ്ടാവും. അനൗപചാരിക സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔപചാരിക സംഘടനയിൽ നിന്നും ഫോം ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് നമ്മൾ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. മാനേജർ ഇതിനെക്കുറിച്ച് ബോധവാനായിരിക്കുകയും ഫലപ്രദമായ നിർദ്ദേശിക്കലിന് വേണ്ടി സംഘടനകളെ ഉപയോഗിക്കുകയും വേണം. അതിനെയാണ് നമ്മൾ അനൗപചാരിക സംഘടന എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് നേതൃത്വം അല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിർദ്ദേശിക്കൽ ധർമ്മം നടത്തുമ്പോൾ മാനേജർ ശരിയായ നേതൃത്വം പ്രകടിപ്പിക്കണം. ഇത് കീഴ് ജീവനക്കാരെ പോസിറ്റീവായി സ്വാധീനിക്കാൻ സഹായിക്കും. മാനേജറുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ ലീഡർഷിപ്പ് പൊസിഷനാണ് കീഴ് ജീവനക്കാരെ പോസിറ്റീവായി മാറാൻ സഹായിക്കുന്നത്. നെക്സ്റ്റ് തുടർച്ചാ നടപടി അല്ലെങ്കിൽ ഫോളോ ത്രൂ എന്ന് പറയുന്നത് മിയർ ഗിവിങ് ഓഫ് എൻ ഓർഡർ. ഒരു ഓർഡർ നൽകിയത് കൊണ്ട് മാത്രം പ്രവർത്തനം പൂർത്തീകരിക്കപ്പെടുന്നില്ല. പകരം കൃത്യമായി അതിനെ റിവ്യൂ ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് മോഡിഫിക്കേഷൻസ് ആവശ്യമാണെങ്കിൽ സൂട്ടബിൾ മോഡിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ്, പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുമ്പോഴാണ് ഡയറക്റ്റിംഗ് എന്നുള്ള പ്രവർത്തനം സക്സസ് ആയി മാറുന്നത്. അതുകൊണ്ട് തന്നെ മിയർ ഗിവിങ് ഓഫ് എൻ ഓർഡർ ഈസ് നോട്ട് സഫീഷ്യൻറ്റ്. ഓർഡറുകൾ നൽകിയത് കൊണ്ട് പ്രവർത്തനം സക്സസ് ആയി മാറുന്നില്ല. ഇത്രയാണ് ഡയറക്റ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റിംഗ് എന്ന ചാപ്റ്റർ നമ്മൾ ജസ്റ്റ് തുടങ്ങി. എന്താണ് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞു, ഡയറക്റ്റിങ്ങിൻ്റെ സവിശേഷതകൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, പിന്നെ ഡയറക്റ്റിങ്ങിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് പറഞ്ഞു. ഇപ്പോൾ ഡയറക്റ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ തത്വങ്ങളും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഡയറക്റ്റിംഗ് പ്രിൻസിപ്പിൾസ് എന്നുള്ള ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെടുത്തത്. പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റിംഗ് 8 തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ആണ്. മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ, ഹാർമോണി ഓഫ് ഒബ്ജക്റ്റീവ്സ്, യൂണിറ്റി ഓഫ് കമാൻഡ്, മാനേജീരിയൽ കമ്മ്യൂണിക്കേഷൻ, അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ഡയറക്ഷൻ ടെക്നിക്ക്, യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, ഫോളോ ത്രൂ, ലീഡർഷിപ്പ്. ഇത്തരത്തിലുള്ള 8 തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റിംഗ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എല്ലാവരും കാണുക. ഓക്കെ, താങ്ക് യു.